ചിലരൊക്കെ പിന്നെ വന്ന് നിന്ന് നോക്കും, ഫ്രണ്ടിൽ വന്ന് നിന്ന് നോക്കും. ഡൗട്ട് തോന്നിയതാണോ എന്ന് വെച്ചാൽ പാന്റ് ഷർട്ട് അല്ലേ, ചുരിദാറല്ലല്ലോ. ഒരിടത്ത് പോയി ഒരു ബസ് ഓടിക്കാൻ ചോദിച്ചു, പ്രൈവറ്റ്. അവര് ആണുങ്ങൾക്കുള്ള പണിയാണിത്, പെണ്ണുങ്ങളുടെ അല്ല. ഇത് ഒരുപാട് ജീവൻ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. അവര് നമ്മളെ വിശ്വസല്ലേ കയറുന്നു. നിൽക്കുന്ന ഹസ്ബൻഡാ, ഓട്ടോ ഡ്രൈവറാ. ഇനി ഞങ്ങള് പോവാണേ, ഇനി ഇറങ്ങാൻ സമയമില്ല. ഒന്നുമില്ല, സന്തോഷം. ആദ്യമൊക്കെ എന്താന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ വണ്ടി ഓടിക്കുന്നല്ലോ നമ്മള്. മറ്റേ ലോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും അല്ലെങ്കിൽ വേറെ റോഡിലേ കാണുമോ. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരില്ലയോ, എത്ര ജീവനാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെ എല്ലാ വണ്ടിയോടും ഭയങ്കര ക്രേസായിരുന്നു. ഇവിടെ ഞാനോർത്ത് KSRTC നോക്കാം, അതൊക്കെ ഒരു വെറൈറ്റി ഇല്ലയോ. ഞാൻ എല്ലാം വെറൈറ്റി ആയിരുന്നു. ഓഫ് റോഡ്, അങ്ങനെ ബൈക്കായാലും ആക്റ്റീവ് ഒന്നുമല്ല, ബുള്ളറ്റ് ഓടിക്കും, എല്ലാവരും വെറൈറ്റി. സാഹസികം നടത്തിയിട്ട് ഇതിൽ വന്നപ്പോഴും ഇതൊരു സാഹസികം ഇല്ലയോ. മറ്റേ സാഹസികം പോലല്ലോ ഇത്. ഒരുപാട് ജീവൻ നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. അവര് നമ്മളെ വിശ്വസല്ലേ കയറുന്നു. എല്ലാരും നല്ല ഇതാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷം പോലെ. എവിടെ പോയാലും നല്ലൊരു, ഇതുവരെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എല്ലായിടത്തുനിന്നും കിട്ടി. ഇതുവരെ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ പിന്നെ വന്ന് നിന്ന് നോക്കും, ഫ്രണ്ടിൽ വന്ന് നിന്ന് നോക്കും. ഡൗട്ട് തോന്നിയതാണോ എന്ന് വെച്ചാൽ പാന്റ് ഷർട്ട് അല്ലേ, ചുരിദാറല്ലല്ലോ. അത് എനിക്ക് പണ്ടോട്ട് വണ്ടിയോട് ഒരു ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നേ മോശം അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിടത്ത് പോയി ഒരു ബസ് ഓടിക്കാൻ ചോദിച്ചു, പ്രൈവറ്റ്. അവര് ആണുങ്ങൾക്കുള്ള പണിയാണിത്, പെണ്ണുങ്ങളുടെ അല്ല. അതെനിക്കൊരു വിഷമമായി. പിന്നെ എനിക്കൊരു വാശിയായിരുന്നു. അങ്ങനെ അന്നോട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു KSRTC. അങ്ങനെ വീട്ടുകാർ നല്ല സപ്പോർട്ട്. എന്റെ ഫാമിലി പണ്ട് തൊട്ടേ സമ്മതിച്ചോണ്ടല്ലേ ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. പിന്നെ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് ഒരു ജോലി കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അതിനുവേണ്ടി ഒരുപാട് എന്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ ഫാമിലി ആയാലും നല്ല സപ്പോർട്ടാണ്. മന്ത്രിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്താന്ന് പറഞ്ഞാല് എന്നെ ഇവിടെ തെരഞ്ഞെടുത്ത് അന്ന് ഒരു പ്രാവശ്യം ഞാൻ പോയി കണ്ടോളൂ. അപ്പൊ പറഞ്ഞു ഇവിടെ ഇല്ല, ചാൻസ് ഇല്ലെങ്കിൽ പത്തനാപുരത്തെങ്കിലും കയറ്റി വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദിവസം പോയപ്പോ എന്തായാലും എന്റെ മനസ്സിൽ ഞാൻ സാറിനെ വണങ്ങിക്കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറിയത്. എന്ന് വെച്ചാൽ ആ ഒരാൾ വിചാരിച്ചിട്ടില്ലേ നമുക്ക് പറ്റുന്നത്. ആണ്, ഞാൻ പോയി കണ്ടായിരുന്നു ഒരു പ്രാവശ്യം. അന്ന് തന്നെ പറഞ്ഞായിരുന്നു കൊല്ലൂർ ഇല്ലെങ്കിൽ പത്തനാപുരം എങ്കിലും പക്ഷേ കയറ്റി വിടണം. ഒരുപാട് നന്ദിയുണ്ട് സാറിന്റെ അടുത്ത്. ഡ്രൈവർ നല്ല ഡ്രൈവറാണ്. പിന്നെ പുതിയ റൂട്ടായതുകൊണ്ട് സ്റ്റോപ്പിന്റെ സംശയം മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല ഡ്രൈവിംഗ് ആണ്. ഒരു വനിതാ ഡ്രൈവറുടെ ഓടാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ സർവീസിൽ 15 വർഷമാകും. ആദ്യമായിട്ടാണ് വനിതാ ഡ്രൈവറോടൊപ്പം യാത്ര ഡ്യൂട്ടി ചെയ്യുന്നത്. സ്ത്രീകൾ പലരും വന്ന് കൈ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അഭിമാനം. ആമ്പിള്ളേർ മാത്രം ഓടിച്ചാൽ പോരല്ലോ, പെമ്പിള്ളേർ ഇതൊന്നും ഓടിക്കണ്ടായോ. പെമ്പിള്ളേർ എവിടെല്ലാം ഉണ്ട് ഡ്രൈവർമാര്. ഏതെങ്കിലും ഒരെണ്ണം വണ്ടി കയറുന്ന കണ്ടിട്ടുണ്ടോ? ഇതിന് പേടിക്കുന്നേ, പേടിച്ച എവിടെന്നാ ഓടിക്കുന്നേ? അങ്ങനെയുള്ള ഭയമൊന്നും. ഞാൻ എല്ലാ ദിവസവും ഈ ബസ്സിൽ തന്നെയാണ് പോകാറുള്ളത്. അപ്പൊ ഇതുവരെ പുരുഷന്മാരാണ് ഓടിക്കുന്നത്. ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഇതേമാതിരി ഒരുപാട് വനിതകൾ ഓടിക്കട്ടെ. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് ടൈം ആയിട്ട് ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ബസ്സിനകത്ത് ഒരു വനിത ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇത് കയറി ഇരുന്നപ്പോൾ കണ്ടു ഞാൻ, എനിക്കൊരു വലിയൊരു സന്തോഷം പോലെ തോന്നി. ഇങ്ങനെ പിള്ളേരായാലും എല്ലാരും ഒരു പേടിയില്ല. മറ്റേനേക്കാൾ സുരക്ഷിതമായിട്ട് പോകുന്നുണ്ട്.